ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പായസം ഒരുപാട് സമയം കുറുക്കൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ നല്ല പിങ്ക് കളറോട് കൂടിയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.25 ലിറ്റർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിന് ഒരു 5 കപ്പ് പാലുണ്ടാവും. ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ പായസം നമുക്കൊരു 5 പേർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനായിട്ടുണ്ടാവും. പിന്നെ പായസത്തിനൊക്കെ വേണ്ടിയിട്ട് പാലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് പായസം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ ചെയ്യണത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ കറികൾക്കൊക്കെ വേണ്ടി എടുക്കുന്ന കുക്കറാണെങ്കിൽ കുക്കർ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. നല്ലോണം കഴുകിയിട്ട് 2-3 പ്രാവശ്യം ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇതിലേക്കിനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ആ 5 കപ്പ് പാലിൽ നിന്ന് ഒരു 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. കട്ടിയുള്ള പാലൊക്കെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം, അതായത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം. ആ വെയിറ്റോട് കൂടിയിട്ട് തന്നെ അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക. അരമണിക്കൂർ തന്നെ വേവിച്ചെടുത്താൽ മതി. നമ്മൾ വേവിക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ വിസിലടിക്കും. പക്ഷെ നമ്മൾ കുറച്ച് വലിയ കുക്കർ എടുക്കുകയാണെങ്കിൽ പാലങ്ങനെ പുറത്തേക്ക് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അരമണിക്കൂർ എന്തായാലും വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ പാല് വേവിക്കാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് തുറക്കാൻ പാടില്ല. 1 മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കണം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിലെ സ്റ്റീം മുഴുവനായിട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ ആ സമയത്ത് നമ്മൾ തുറക്കരുത്. 1 മണിക്കൂർ സമയം അങ്ങനെ തന്നെ വെക്കണം. അപ്പോഴാണ് പാലിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ. അതിലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയതിൻ്റെ ഒരു കളറ് ആ പാലിന് നന്നായിട്ട് വരുള്ളൂ. നല്ലൊരു പിങ്ക് കളറ് കിട്ടുള്ളൂ. അപ്പോൾ അതിനി 1 മണിക്കൂർ സമയം നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള അടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് അടയാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ മട്ടരി വെച്ചിട്ടുള്ള അതുപോലെ ബ്രൗൺ കളറിലുള്ള അടയാണ് എടുത്തിട്ടുള്ളത്. അരി വെച്ചിട്ടുള്ള അടയും വാങ്ങാൻ കിട്ടും, അതുപോലെ മൈദ വെച്ചിട്ടുള്ള അടയും വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ പായസത്തിന് വേണ്ടിയിട്ട് അരി വെച്ചിട്ടുള്ള അതുപോലെ ചെറിയ സൈസുള്ള അടയാണ് എടുക്കേണ്ടത്. പാലട പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ വലിയ സൈസുള്ള അട വാങ്ങാൻ കിട്ടും. അത് പിന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പക്ഷേ പായസത്തിന് വേണ്ടി എടുക്കുമ്പോൾ അതുപോലെ ചെറിയ സൈസിലുള്ള അരി പോലുള്ള അടയാണ് എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കഴുകിയെടുത്തിട്ടുള്ള അട ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിത് 2 തരത്തിൽ വേവിച്ചെടുക്കാം. ഒന്നിക്ക് നമുക്ക് ഈ വെള്ളത്തിൽ അട കുറച്ച് സമയം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ അട ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് തിളച്ച് വന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അട നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതായത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരണം. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുകയാണ് ചെയ്യണത്. ഒരു 20-25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ അട ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒട്ടലൊക്കെ മാറി ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടുക. എന്നിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ടും ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ പാല് ഇതുപോലെ നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആദ്യം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 5 കപ്പ് പാലാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3 കപ്പാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള, ബാക്കി 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം. അട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അട നല്ലോണം വേവണം. വെന്തിട്ടില്ലെങ്കിൽ അത് കല്ലിച്ച പോലെ കിടക്കും.
അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മളിത് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ള അടയാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ചൊയൊക്കെ മാറി വരുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ പാലും അടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം, അതുവരെ വേവിച്ചെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കണമെന്നൊന്നുമില്ല, അടി പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ അട നന്നായി വെന്ത് അടയും പാലും കൂടി ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ പാല് ചേർത്ത് കൊടുക്കാം. അത് വേവിക്കുന്ന സമയത്ത് നമ്മൾ 3 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. 1.5 മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ ഒരു 3 കപ്പ് അളവിലാണ് കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. തിളപ്പിക്കുമ്പോൾ പായസത്തിന് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തിളപ്പിച്ചെടുക്കുക. പാലട പായസം കുറച്ചൊന്ന് കുറുകിയ രീതിയിലാവുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം നമ്മൾ ഇളക്കാതെ വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ പാട വരാൻ തുടങ്ങും, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിൽ മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഈ സമയത്ത് ഇതിൽ ചേർക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അവസാനം അതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. പാലട പായസത്തിൽ നമ്മൾ നെയ്യ് ചേർക്കാറില്ല, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർക്കാറില്ല, അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഫ്രൈ ചെയ്തിട്ടും ചേർക്കാറില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്. നമ്മൾ സദ്യക്കൊക്കെ കാണുന്ന രീതിയിൽ ആ പിങ്ക് കളറൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കഴിക്കാനും അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്